എടി നീ അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ ലൈഫല്ലേ തകരുക. ശരിക്കും അവിടെ എന്താ ഉണ്ടായത്? നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. അത് ഞാനും അവൾ മാത്രം പോയി വരുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നെ അവൾ എന്നെ വിളിച്ചു പറയുന്നത് അവളുടെ കൂടെ ഹസ്ബൻഡും ഉണ്ടാകും, അവർ കാർ എടുക്കുന്നൊക്കെ. എന്നിട്ട് അയാൾ വന്നോ? വന്നു. എനിക്കപ്പോൾ അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കാറിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ എന്ന് മാത്രമാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. എനിക്ക് എന്തായാലും ഒരു റിലീഫ് ആവശ്യമായിരുന്നു. പോയിട്ട് ഫസ്റ്റ് ഡേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നോ ഞാനൊരു ഔട്ട്സൈഡറാണെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വൈബായിരുന്നു. പക്ഷേ അന്ന് നൈറ്റ് മുതലാണ് ഇഷ്യൂ ആരംഭിച്ചത്. എന്താ ഉണ്ടായത്? അവളറിയാതെ അവരെൻ്റെ കൈക്ക് ഒരുപാട് തവണ തൊട്ടു. ഞാൻ കരുതിയത് അറിയാതെയോ അല്ലെങ്കിൽ തമാശയോ ചെയ്തതാണെന്ന്. എന്നിട്ട് പിന്നെ ആ ലൈഫ് ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണിലേക്ക് തന്നെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവൾ ശ്രദ്ധിക്കുന്നില്ല? ആ, തൊട്ട് സംസാരിക്കുന്നത് നോക്കുന്നത് ഒക്കെ അവൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൾക്കൊരു സംശയം വന്നതായി തോന്നിയില്ല. ചിലപ്പോൾ അവനത്രയും വിശ്വാസമായിരിക്കും. ഇനിയും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ കുടിച്ചിരുന്നോ? ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് കുടിച്ചത്. പ്രശ്നം തുടങ്ങിയത് അതിന് ശേഷമാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് നടക്കുന്നത്? അത് ഞങ്ങൾ അവിടെ ഒരു റിസോർട്ടിലൊരു വില്ല എടുത്തു. അവിടെ വെച്ച് ആ കമ്പനി കൂടുതലാണ് ഇതെല്ലാം നടന്നത്. പിന്നെന്താ ഉണ്ടായത്? അവൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലോബിയിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ അവനെ മാത്രം അവിടെ ഒറ്റയ്ക്കായി. എന്നിട്ട് അവൻ പിന്നെ വന്ന് എൻ്റെ കഴുത്തിൽ കൈവച്ചു. എന്നിട്ട് ഞാനത് സ്റ്റക്കായിപ്പോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവൻ എന്നെ കൂടുതൽ കയറി പിടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു. എനിക്കെന്തോ അത് തലയെല്ലാം കറങ്ങുന്ന പോലെ തോന്നി. അയ്യോ, എന്നിട്ടോ? പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല. അവൻ പുറകിൽ വന്ന് എന്നെ പിടിച്ചതും ഞാൻ ദേഷ്യപ്പെട്ടതും ഓർമ്മയുണ്ട്. ഞാൻ പോകാൻ നോക്കിയപ്പോൾ അവൻ സമ്മതിച്ചില്ല. എൻ്റെ കാല് വീണ് കരഞ്ഞു പറഞ്ഞു അവളോടൊന്നും പറയരുതെന്ന്. എൻ്റെ മോളെ, നീ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? എനിക്കറിയില്ലടാ, ഞാനവന് എന്താ മറുപടി പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റൂമിലേക്ക് പോയി. നീ എന്താ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ലടാ. പിന്നെ അവളാണ് എൻ്റെ റൂമിൽ വന്ന് വിളിക്കുന്നത് ആ ഫുഡ് കഴിക്കാമെന്ന്. അവൾ അറിഞ്ഞിക്കോ? ഇല്ല, ഞാൻ കുടിച്ചതിൻ്റെ പ്രശ്നത്തിൽ കിടക്കാൻ പോയതാണെന്ന് കരുതിയത്. ചിലപ്പോൾ അവനങ്ങനെ പറഞ്ഞതായിരിക്കും. എന്നിട്ട് ഫുഡ് കഴിച്ചിരുന്നോ? കഴിച്ചു. എടോ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നീ അവരുടെ കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചോ? എനിക്ക് ആകെ വിറക്കുന്നുണ്ടായിരുന്നു. വിശന്നിട്ടാണോ കുടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഈ ടെൻഷനാണോ എന്നൊന്നും മനസ്സിലായില്ല. കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കാൻ ഞാൻ തീരുമാനിച്ചതായതുകൊണ്ട്. അവൾ വരുമ്പോൾ സത്യത്തിൽ ഞാൻ റൂം പോലും ലോക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. അവളെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തായാലും അവസ്ഥ? ഞാൻ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവൾ സാധാരണ പോലെ സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓരോ നിമിഷം അവൾക്ക് എല്ലാം അറിയോ എന്നുള്ള പേടിയായിരുന്നു. അവനോ? എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ്? ഒന്നും സംഭവിക്കാത്ത പോലെ. അതാണ് എന്നെ കൂടുതൽ തകർത്തത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. എടി, അവൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? തോന്നുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് പെരുമാറിയത്. അതുകൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷേ ഉള്ളിലെ ഭയം മാറിയിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് പിന്നെ രാത്രിയോ? പിന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഞാൻ റൂമിലേക്ക് പോയി. എനിക്കിങ്ങനെ അവിടെ കൂടുതൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. അവൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞു വരികയും ചെയ്തിനോ? ഇല്ല, നേരിട്ടൊന്നും ചെയ്യില്ല. പക്ഷേ ആ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിൽ പല തവണ ഞാൻ ചെക്ക് ചെയ്തു. ഫോൺ കയ്യിൽ പിടിച്ചാൽ ഉറങ്ങിയത്. പിറ്റേന്നോ നീ എന്താക്കി? രാവിലെ ആയപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്താൽ സംശയം വരുമല്ലോ. അതുകൊണ്ട് സാധാരണ പോലെ പെരുമാറാൻ ഞാൻ ശ്രമിച്ചു. വല്ലാത്തൊരു... ഇത്രയും നാളായിട്ട് നീ ഇതാരോടും പറഞ്ഞില്ലേ? ഇല്ല. കാരണം എല്ലാവരും ആദ്യം എന്നെയാണ് ചോദ്യം ചെയ്യാമെന്ന് തോന്നി. പിന്നെ അവളുടെ ജീവിതം പ്രശ്നമില്ലേ, അതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് നടന്നാലും നിനക്ക് നല്ല മെൻ്റൽ പ്രഷർ കിട്ടൂലേ? അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ആരോടും പറയാത്ത കാര്യങ്ങൾ നിന്നോട് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വലിയൊരു ഭാരമായി മാറും. ഇന്നെങ്കിൽ അതിൽ കുറച്ച് നിറക്കി വെക്കണം എന്ന് തോന്നി.